ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണേ മുടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മടിയാണ്, ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് മറന്നു പോകും കേട്ടോ. അപ്പോൾ അതേ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ്, ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റോസ്മേരി എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഈ റോസ്മേരിയും ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ. തീ കുറവിലിട്ടാൽ മതി, നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഒരുപാട് മുടിയൊന്നുമില്ല കേട്ടോ, കുറച്ച് മുടിയുള്ളൂ. പക്ഷെ ഉള്ള മുടി പോവാണ്ട് കാത്തു സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തത്. പക്ഷേ ഇത് ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു കേട്ടോ. നമ്മിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണേക്കാളും ഭേദമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. ഇതേ ഫൈസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ടിട്ട് തോർത്തുമുണ്ടൊക്കെ തലയിലിട്ടിട്ട് അവിടെ ഇരുന്ന് വർത്താനം പറയേണ്ടിട്ട് നിന്നിട്ട് കസാരയിൽ കയറുന്നിട്ട്. അപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കണ കണ്ടപ്പോൾ ആൾക്ക് ഇളക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടാ. കുറേയൊക്കെ തെറിച്ചൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. ഞാൻ മിക്സിയിലൊന്നും അടിച്ചില്ല, ഞാൻ സ്പൂണ് വെച്ചിട്ട് വെറുതെ എടുത്തതാണ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ അടിച്ചെടുക്കാണ് കേട്ടോ. ജെല്ലായിട്ട് കിട്ടും നമുക്കത് ശരിക്കും. അപ്പോൾ ഇതും ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തീ കുറവിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വറ്റിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പിന്നെ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരിപ്പയിലാണ് അരിച്ചെടുത്തേക്കണത്. അതെല്ലാം നിങ്ങൾക്ക് ഒരു തുണി വെച്ച് അങ്ങനെ അരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് അത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്പ്രേ ചെയ്യാറ് കേട്ടോ മുടിമേൽ. അപ്പോൾ ഞാൻ ഫൈസാടെ മുടിമേൽ ഇപ്പോൾ സ്പ്രേ ചെയ്യാണ് കേട്ടോ. ഫൈസാക്കണെങ്കിൽ മുടി കുറച്ച് ഫൈസാടെ മുടിക്കൊട്ടും കനമില്ല, ഉള്ളില്ല കേട്ടോ, ഉള്ളും കുറവാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ മസാജ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവളുടെ മുടിമേൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ടും മുടിയിൽ അപ്ലൈ ചെയ്യാം, അതല്ല കുളിക്കണതിന് മുന്നും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് വെക്കാറ്. നമ്മൾ മുടിമ തേക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.